ഉത്തരാഖണ്ഡിൽ വിനോദയാത്രയ്ക്ക് പോയി 28 മലയാളികളുടെ കുടുംബങ്ങൾ ആശങ്കയിൽ. 20 മുംബൈ മലയാളികളും 8 കേരളത്തിൽ നിന്നുള്ളവരുമാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലേക്ക് പോയത്. ഇവരെ ബന്ധപ്പെടാനാവുന്നില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ഉത്തരാഖണ്ഡിൽ കാണാതായവരുടെ കൂട്ടത്തിൽ തന്റെ മാതാപിതാക്കളുമുണ്ടെന്ന് ആലപ്പുഴ സ്വദേശി ഡോക്ടർ രഞ്ജിത്ത് 24-നെ അറിയിച്ചു. അവസാനമായി അച്ഛനും അമ്മയുമായി രഞ്ജിത്ത് ഫോണിൽ സംസാരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ്. ആൻമരിയ സണ്ണിയും ബൽറാം നെടുങ്ങാനും ചേരുന്നു. അതിനു മുമ്പ് MP ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരം, ശ്രീരഞ്ജിനി ദേവി തിരുവനന്തപുരം, നാരായണൻ നായർ തൃപ്പൂണിത്തുറ, ശ്രീദേവി പിള്ള തൃപ്പൂണിത്തുറ, ശ്രീകലാദേവി കായംകുളം, അക്ഷയ് വേണുഗോപാൽ, വിവേക് വേണുഗോപാൽ, അനിൽ മേനോൻ തുടങ്ങിയവരാണ് ആ കേരളത്തിൽ നിന്ന് 8 പേർ എന്നാണ് മനസ്സിലാക്കാൻ. ഡോക്ടർ രഞ്ജിത്ത് ആദ്യം ചെയ്യുന്നു. ഡോക്ടർ രഞ്ജിത്ത്, ഇന്നലെയല്ലേ സംസാരിച്ചല്ലേ അവസാനമായി? ഇന്നലെ ഉച്ചയ്ക്ക്? അതെ, ഇന്നലെ ഉച്ചയ്ക്ക് 1:30-യോടെയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് 1:45-നാണ്. അല്ല രഞ്ജിത്ത്, എനിക്കൊന്ന് ആ സമയമാകുമ്പോഴേക്ക് ഇവർ ഉത്തരകാശി ടു ഗംഗോത്രി പോവല്ലേ? അപ്പോൾ ഉത്തരകാശി ഗംഗോത്രി 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് രാവിലെ 8:30 പുറപ്പെട്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അതെ, ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണ് നേരത്തെ സംസാരിച്ചത്, മിസ് അമ്പിളി എന്ന് പറഞ്ഞത്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ലാസ്റ്റ് 8:30-ക്കാണ് അവരെ കോൺടാക്ട് ചെയ്തത്. ഞങ്ങളെ 1:30 കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. 1:30 ഉച്ചയ്ക്ക് ഇന്നലെ ഓൺ ദ വേ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു. അവരുടെ ഓപ്പറേറ്റേഴ്സ് ആഹാരം ഉണ്ടാക്കി തരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം 1:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്രീരഞ്ജിത്ത്, ഈ 1:30 വിളിക്കുമ്പോൾ അവർ എവിടെ എന്ന് നമുക്ക് ഒരു പക്ഷേ അങ്ങനെ ആ സമയത്ത് ചോദിക്കാൻ തോന്നില്ലെങ്കിൽ കൂടി എവിടെ എന്ന് എന്തെങ്കിലും സൂചന പറഞ്ഞിരുന്നു? എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞോ? ഇല്ല, അതാണ് നമുക്കൊരു ഇഷ്യൂ. ഞാൻ എക്സാക്ട്ലി അവരുടെ അടുത്ത് ചോദിച്ചില്ല ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞില്ല, ഓൺ ദ റൂട്ടാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങള് നമ്മുടെ ജിമെയിൽ വെച്ച് ഫോൺ ലോസ്റ്റ് എന്ന രീതിയിൽ അവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ എടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ സ്ഥലം, ഈ ഇൻസിഡന്റ് നടന്നത് ധാരാളി എന്ന് പറഞ്ഞ വില്ലേജിലാണ്. ആ ഒരു റീജിയനിൽ എത്തുന്നതിന് മുന്നേ ആണ് പ്രോബബിളി ഇവര് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ രഞ്ജിത്ത്, നമുക്ക് ആ സമയത്തെ നമുക്ക് ചോദിക്കാൻ തോന്നില്ല എവിടെയാ. മാത്രമല്ല അവർ പറഞ്ഞാൽ നമുക്ക് അറിയണമെന്നില്ലോ, അപ്പം നമ്മൾ ചോദിക്കില്ല. പക്ഷെ എങ്കിൽ കൂടിയും അവിടെ ആ സമയത്ത് മഴയൊക്കെ ഉണ്ട്, അവിടെ മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ നൽകിയിരുന്നു ഒക്കെയാണ്. എന്തായാലും നമ്മൾ ഈ ധാരാളി എന്ന് പറയുന്ന സ്ഥലം അവർ കടന്നുപോയിട്ടുണ്ടാകാം എന്ന് കരുതണ്ടേ? ഇപ്പം കിട്ടിയേക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഒരു SDM വഴി അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ഈ ധാരാളി കഴിഞ്ഞ് അവർ ഗംഗോത്രി അമ്പലത്തിന്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കണം ഇവര് ആഹാരം പാചകം ചെയ്യാനായിട്ട് വണ്ടി നിർത്തി ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ആ സ്ഥലത്ത്. അതിനുശേഷം നമുക്ക് കോൺടാക്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളപ്പം ഗൂഗിൾ വഴി ലാസ്റ്റ് ഫോൺ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് റിക്കവർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ പോകുന്നതാണ്. അത് ചെയ്യുന്ന ഒരുപാട് ടൂർ ഓപ്പറേറ്റർമാരുണ്ട്. അപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഇവർക്ക് അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ചെറിയ ക്യാമ്പ് പോലൊക്കെ ഉണ്ടാവും. അപ്പം മറ്റ് ടൂറുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാമ്പ് എവിടെയാണ് എന്നറിയാൻ പറ്റില്ലേ? ഓക്കെ, ഞാൻ അതും അന്വേഷിച്ചു. അപ്പം ഞാൻ ടൂർ ഓപ്പറേറ്റർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു ഫിക്സഡ് സ്ഥലമില്ല. ഇവരുടെ ഈ ക്ലൈമറ്റ് ഒന്ന് ക്ലിയർ ആയി ഇവർക്ക് ഏതെങ്കിലും ഹോട്ടലുകാർ അവരുടെ കിച്ചൺ പാചകം ചെയ്യാൻ തുറന്നു കൊടുക്കുന്നതായിട്ട് ഇവർക്ക് എവിടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിർത്തി പാചകം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരു ഫിക്സഡ് സ്ഥലം അങ്ങനെ ഇല്ല. ക്ലൈമറ്റ് അനുസരിച്ചാണ് ഇവർ നിർത്തുന്നത്. ഞാൻ അതും അന്വേഷിച്ചിരുന്നു. രഞ്ജിത്തുള്ളത് എവിടെയാണ്? ഡൽഹിയിലാണോ? ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴയാണോ? ആലപ്പുഴ തന്നെയാണ്. രഞ്ജിത്ത്, ഞാൻ ചോദിക്കുന്നത് ഈ അവിടുത്തെ നമുക്ക് ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നേരത്തെ അവിടുത്തെ മലയാളി സമാജത്തിന്റെ ഒരു ദിനേശുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ജില്ലാ ഭരണകൂടം പറയുന്നത് അവർ സേഫാണ് എന്ന് പറഞ്ഞു എന്നാണ്. അത് ഏതർത്ഥത്തിൽ സേഫാണ് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ അവര് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് 5 ബസ്സുകളോളം പിടിച്ചു ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. അവരപ്പോൾ അതിനകത്ത് തന്നെയുണ്ട്. കണക്ടിവിറ്റി നോർമൽ ഫോൺ ആണെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിലും ലാൻഡ് ലൈൻ ആണെങ്കിലും ഒന്നുമില്ല. കാരണം ഇതിന്റെ ടവറുകളെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. അപ്പം അവിടെയുള്ള ലോക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 1-2 ദിവസം പിടിക്കും കണക്ടിവിറ്റി തിരിച്ചു കിട്ടാനായിട്ട്. എന്തെങ്കിലും മാർഗമുള്ളത് സാറ്റലൈറ്റ് ഫോൺ മാത്രമേ ഉള്ളൂ. അത് ഡിഫൻസ് ഫോഴ്സിന്റെ കയ്യിലാണ് സാറ്റലൈറ്റ് ഫോൺ യൂഷ്വലി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഇവരെ ഫോണിൽ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇത് ഔട്ട് ഓഫ് കവറേജ് ആണോ, ഫോൺ സ്വിച്ച് ഓഫ് ആണോ പറയുന്നത്? സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് നെറ്റ്വർക്കും പോയിരിക്കുകയാണ്. ഇവരുടെ ഫോണിന്റെ കുഴപ്പമല്ല, അവിടുത്തെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണ്. ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം അവിടെ ലാൻഡ് ലൈനുകളും പിന്നെ എല്ലാ മൊബൈൽ നെറ്റ്വർക്ക് വയർലെസ് നെറ്റ്വർക്കും ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ ഇപ്പോൾ ചാർധാം യാത്ര എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് യാത്ര മാത്രമല്ല, അതിൽ എന്താണ് ഭക്തർക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു യാത്രയാണ് ആ യാത്ര. അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെ പോയ യാത്രയാകുമല്ലേ ആ യാത്ര, അല്ലേ രഞ്ജിത്ത്?
അതെ, അവർക്ക് ഈ പറഞ്ഞ ടൂർ ഓപ്പറേറ്റേഴ്സിന് ഈ സമയത്ത് പോയാൽ ഇഷ്യൂ, ഞങ്ങൾ 2-3 പ്രാവശ്യം കൺഫേം ചെയ്തിട്ടാണ് പോയത് ഈ സമയത്ത് ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കൺഫേം ആക്കി റിസ്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ പോയത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. അറിയാൻ കഴിഞ്ഞ രഞ്ജിത്ത്, നമ്മുടെ ഗംഗോത്രിയിലേക്കുള്ള ഏതാണ്ട് 100 വഴികൾ, എല്ലാം ഹൈവേ അടക്കം ചെറുതും വലുതുമായ സകല വഴികളും ഏതാണ്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവരെ അവിടുന്ന് എടുക്കൽ ത്രൂ എയറെ നടക്കുള്ളൂ എന്ന് തോന്നുന്നു രഞ്ജിത്ത്. അപ്പൊ ഇനി അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തേണ്ടതാണെന്ന് തോന്നുന്നു. അതെ. ഞങ്ങളപ്പം ഈ ഗൂഗിൾ വഴി നമുക്ക് ലോസ്റ്റ് ഫോൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫോൺ നെറ്റ്വർക്ക് ഓൺ ആയ സ്ഥലം കിട്ടും. 1:25 വരെ ഞങ്ങൾ ഏതായാലും വാട്സാപ്പിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1:45 ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ അതിന്റെ ഇടയ്ക്ക് അവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് പറയാൻ പറ്റും വെദർ ദേ ഹാവ് ക്രോസ്, ഈ ഇഷ്യൂ നടന്ന സ്ഥലം ക്രോസ് ചെയ്തോ അതോ അതിന് മുന്നേ സ്റ്റക്കായി കിടക്കുവാണോ എന്നുള്ളത്. എന്തായാലും നല്ലൊരു വാർത്ത എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് നോക്കാൻ രഞ്ജിത്ത്. അപ്പോൾ നമ്മളും കൂടെ ഉണ്ട് ഈ അന്വേഷണങ്ങൾക്കും. നമുക്ക് അവിടെ ആൾക്കാരൊക്കെ വിളിക്കുകയോ ചെയ്യാം. എന്തായാലും ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ രഞ്ജിത്ത്. താങ്ക് യു. ഓ ഷുവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.